ഹലോ. അപ്പോൾ നമ്മുടെ ഊട്ടിയുടെ ഫസ്റ്റ് ഡേ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് പുറത്ത്. ഞങ്ങളിതാ ജസ്റ്റ് ഇങ്ങനെ ഉണർന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ദാ അടിപൊളിയാണ് ഇവിടെ. ഇതൊരു ലോക്കൽ സ്ട്രീറ്റ് ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ചായ കുടിക്കാൻ പോകണം. ആദ്യത്തെ പരിപാടി അതാണ്. ശരിക്കും സമയം ഇപ്പം 7:05 അതായത് സമയം ഇപ്പം 8:55 ജസ്റ്റ് മുറ്റത്തൊരു മൈന ക്ലാ 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 കേക്ക്. ദൈവമേ, രാവിലെ തന്നെ നേരം വെളുക്കുകയാണല്ലോ. എനിക്ക് ഇത്രയും വെയിലായി. ഓ, ഊട്ടി നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന സമയമായിട്ടോ. നീറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ഊട്ടി തണ്ടാൻ ഇറങ്ങണം. രാവിലെ തന്നെ താഴത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതാട്ടോ. അതല്ല കോർപ്പറേഷൻ്റെ ആൾക്കാരാണോ ഇനി എന്താ കേട്ടോ, ഇവിടെ കോർപ്പറേഷനാ മുനിസിപ്പാലിറ്റി എന്താണെന്ന് അറിയില്ല. കണ്ടവർ വന്നിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ഊട്ടി ആയതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ ഊക്കൊണ്ട് കുളി ഞങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി എവിടെ ചായ കിട്ടും എന്നതിനെ പറ്റി യാതൊരു നമ്മളിപ്പോൾ ഒരു 9:30 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിയറസ്റ്റ് സ്ഥലത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഈ ഭാഗത്തേക്ക് ഇതെങ്ങനെ പോയാൽ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. രാവിലത്തെ നല്ല തണുപ്പോടെ ട്രൗസറൊക്കെ ഇട്ട് ഇറങ്ങി എല്ലാവരും നോക്കുന്നുണ്ട്. ഈ തണുപ്പത്ത് ട്രൗസറൊക്കെ ഇട്ട് ഇറങ്ങി ഏതാ ഈ വേട്ടാവേളിയെന്ന്. ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തിനെ പോലും ഇവിടെ കാണാനില്ല ട്രൗസർ ഇട്ടിട്ട്. എല്ലാവരും ഇവിടെ ഉള്ളവർ വരെ മൂടി പൊതിച്ച് ഷൂ ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് നടക്കുന്നത്. കുറേ ഇടവഴികളുണ്ട് കേട്ടോ അതേപോലെ തന്നെ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. സൂപ്പർ വ്യൂ. ഇവിടെയൊക്കെ ഉണ്ട്, നല്ലതുണ്ട്. എവിടെയാണ് നല്ല കട കിട്ടുക എന്നുള്ള അറിയില്ല. പോയി നോക്കട്ടെ എങ്ങനെ ഈ ഭാഗത്തേക്ക്. അങ്ങനെ മോർണിംഗ് ആയ അതാട്ട് അവസ്ഥ. അത്ര റഷേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും. ഒരാള് ഈ ചാണകം കണ്ടിട്ട് ചാവണമെന്ന് മാറ്റി പറയാം. എനിക്ക് ഇതേപോലെ കുറേ കടകളുണ്ട്. ഇതേപോലെ പൊരികൾ കടികളൊക്കെ വിൽക്കണ കുറേ കടകളുണ്ട്. എനിക്ക് ഈ സ്ഥലത്ത് കൂടെ നല്ല രസം. ട്രൗസർ ഇട്ട് ഞാൻ നടക്കാന്ന് പറഞ്ഞു, പക്ഷെ നല്ല സുഖമുണ്ട് നടക്കാൻ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഓള് മൂടി പോസിറ്റ് എല്ലാം പോസിറ്റ് അത്ര വലിയ തണുപ്പില്ലാന്ന്, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ എന്തോ ഒരു പ്യൂർ വെജിറ്റേറിയൻ. അവിടെ കയറിയാലോ? വുഡ്ലാൻഡ് മുകളിലുണ്ടല്ലോ അല്ലേ, ഹോട്ടൽ വുഡ്ലാൻഡ്. ഇവിടെ കയറിയാലോ? അതേപോലെ ഇവിടെ ഒരു ടെമ്പിൾ പോലത്തെ എന്തോ കാണാനുണ്ട്. നല്ല വ്യൂ ഉണ്ട്. ഓക്കെ, ഹൈ സൂപ്പർ. ഇതിൻ്റെ കുടിമരം കാണാൻ നല്ല രസമുണ്ട്. പിന്നെന്താ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണത് എങ്ങനെയാണ്? ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി. ക്യാമറയിലാകുമ്പോൾ ഇത്രയൊക്കെ കിട്ടുന്നുണ്ടാവില്ല. കണ്ടോ, ഫുൾ പൊതച്ച് വന്നിട്ട് അവള് പറയുന്നത് തണുപ്പില്ല. ഞാൻ ട്രൗസർ ഇട്ടാണ് നടക്കുന്നത്. ഈ ഒരു സമയമായപ്പോഴേക്കും റോഡ് മുഴുവൻ ഭയങ്കര തിരക്കായിട്ടോ. പക്ഷെ എത്ര നേരം നടന്നിട്ട് ഞങ്ങൾ ഒരു ചായക്കട പോലും കണ്ടില്ല. ചായക്കട പറഞ്ഞാൽ ചെറിയ എണ്ണക്കടികളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അതല്ലാതെ നല്ലൊരു ദോശ, ഇഡ്ഡലി ഇതുപോലെ നമ്മളിതൊക്കെ അല്ലേ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സംഭവം ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നടന്നതാ ഒരു ടെമ്പിളിൻ്റെ മുന്നിലെത്തിട്ടോ. ഈ ടെമ്പിളിൻ്റെ പേരെന്തോ മാരിയമ്മൻ കോവിൽ എന്നെന്തോ ആണെന്ന് ജിബോട്ടൻ പറഞ്ഞു. എനിക്ക് തമിഴൊന്നും വായിക്കാറിയില്ല. നല്ല തിരക്കാട്ടോ. പോകും വണ്ടി. അവിടെ ഈ കയറോ ബണ്ണ് അങ്ങനത്തെ സാധനങ്ങൾ. ശരിക്കും നമ്മളവിടെ ഒരു കടയിൽ ഇഡ്ഡലി വട കഴിക്കണോ വെച്ചിട്ട് ആ കടയിൽ കയറി വെക്കിട്ടോ. പക്ഷെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയല്ല, നിർബന്ധമില്ല അവിടെ കയറി കഴിക്കണം തന്നെ. സീറ്റില്ല. സിത്തുവിന് നല്ല ഇരിക്കണം. എല്ലാം കൊണ്ട് നല്ലതായിട്ടുള്ള കടകളൊക്കെ വേഗം അങ്ങോട്ട് നടക്കട്ടെ. ഇവിടെ നല്ല കട, അടിപൊളി വടകളൊക്കെ ഉള്ള കട. വട ഉണ്ട്, വട കഴിക്കാൻ സീറ്റ് ഉണ്ടെന്ന് ഇവിടെ കയറി കഴിക്കും. ഇവിടെ കഴിക്കാം. ഇതൊക്കെ ഊട്ടിയിലെ ലോക്കൽ മാർക്കറ്റ് ഏരിയ. മീൻ വിൽക്കണ കട എല്ലാം കൂടെ ഒരേ സ്ഥലത്താണ്. ഓർഗനൈസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഹോട്ടലിൻ്റെ അടുത്തൊക്കെ തന്നെ കോഴിക്കടയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല സ്മെല്ലാണ്. ഇതുണ്ടോ മുഖമൊക്കെ സുത്തി പിടിച്ച് ഒക്കെ മണത്തിട്ട് ഒരു ഹോട്ടലിൽ കയറാൻ വയ്യ. വണ്ടി ഇനിയിപ്പോൾ അങ്ങോട്ട് പോണോ സിത്തോ? വാ,
എവിടെയൊക്കെ ഉണ്ട് പൂത്തോട് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല സ്ഥലമുണ്ട്, വ്യൂ ഉണ്ട് നല്ല അടിപൊളി. എന്ത് ചെയ്യാം, ഹോട്ടലുകളൊന്നുമില്ല. അതായത് വലിയ വലിയ ഹോട്ടലുകൾ ഉണ്ടാവും കേട്ടോ, ഇവിടുന്ന് വിട്ടു പോകേണ്ടി വരും. നമ്മൾ താമസിച്ച ഏരിയയിൽ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോട്ടലുകളേ ഉള്ളൂ. അതാണ് ഇപ്പോൾ പ്രശ്നം. ഇത് ഊട്ടിയിലെ ലോക്കൽ ചന്തയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഉള്ളിൽ. വെറുതെ ഇങ്ങനെ നടക്കതേ പോണ്. എന്നെ കൂട്ടാണ്ടായിരുന്നു ഷോപ്പിൽ എന്നെ ഒളിച്ചു നിൽക്കാൻ വേണ്ടി ഓടിപ്പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം ആദ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി പോകും. നമുക്ക് കണ്ടെത്തും. സ്റ്റക്കായി ഏതും കണ്ടില്ല, അതാ പ്രശ്നം. ഓക്കെ, ഇവിടെയൊക്കെ രാവിലെ തന്നെ ആളുകളില്ലേ കുറേ തിന്നണത്. ഇതാ വട, നെയ്വട, പൂരി, ഇങ്ങനത്തെ എണ്ണയെ പൊരിച്ചൊക്കെ. മറ്റു സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങോട്ട് ചെറിയ ഇട മാർക്കറ്റ് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ട്രാഫിക്കൊക്കെ ഭയങ്കര ജാമാണ്. ബസ്സൊക്കെ വരാൻ ചെറിയ സ്ഥലമുള്ളൂ. നടന്നു ലോറീൻ്റെ മുന്നിൽ ബ്ലോക്കായി. ഇതാണ് ഒരു പച്ചക്കറി കട, അടിപൊളി പച്ചക്കറി കട. ഓക്കെ, ഇത് മാർക്കറ്റിൽ നിന്ന് ലോഡ് ഇറക്കി പോണ വണ്ടികളാണ്. ഇതാണ് മാർക്കറ്റ്. ചെറിയ ഗ്യാപ്പ്. വാ ആടുതാ തക്കാളി തിന്നണി. ആർക്കും വേണ്ട ഇവിടെ സെറ്റ്. 11 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. 11 മണി കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു 2 ദിവസത്തെ പൈസ തരേണ്ടി വരും. പിന്നെ ഇവിടെ ഇഡലി ഉണ്ടോ? ഇഡലി ഇല്ല. രാവിലെ തന്നെ ആണെങ്കിൽ വട പൊരിച്ചത്, അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇഡലി അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കിട്ടൂല. പക്ഷേ ഇതൊരു ലോക്കൽ മാർക്കറ്റ് ഏരിയ കേട്ടോ. വ്യൂ, അടിപൊളി വ്യൂ, സൂപ്പർ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കുറഞ്ഞ വിലയുള്ളൂ, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ. പിന്നെ വെള്ളക്കെട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഞാൻ തന്നെയല്ലേ അല്ലേ. പിന്നെ അതേപോലെ കുറച്ചും കൂടെ ഒരു മിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കുറച്ചും കൂടെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ കണ്ടോ ഈ കടയിലൊക്കെ വട, ഉള്ളിവട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ സ്ഥലം എന്ന് വെച്ചാൽ ഇന്ന് കഴിക്കാൻ നമ്മൾ അവിടുത്തെ പോലെ സ്ഥലം ഉണ്ടായിക്കോണം. പിന്നെ അവരെ വിളിച്ച് കയറ്റിയിട്ട് നിർബന്ധിക്കില്ല കഴിക്കണം എന്നുള്ളത്. ഇതെങ്ങനെയാണ് ആ അമ്പലത്തിൻ്റെ വ്യൂ ഉള്ള റോഡ്. ഇന്നലെ രാത്രി നമ്മൾ നടന്നു വന്ന ആ റോഡാണ്. ഒരു വട്ടക്കണ്ണിയൊക്കെ കടിച്ച് സിദ്ധ തൊപ്പിയൊക്കെ വാങ്ങിയ ഏരിയ ഇതാണ്. അപ്പോൾ അവിടെ ഈ കടയിൽ സ്ഥലമുണ്ട്. നമ്മൾ വട, ഇഡ്ഡലി, ടിഫിൻ റെഡി കയറിയിട്ട് കഴിക്കണം. പേരൊന്നുമില്ല, പക്ഷേ ചെറിയൊരു സ്ഥലമാണ്. ഉള്ളിൽ കയറി ഇരുന്ന് കഴിക്കാം. വട, ഇഡ്ഡലി, സോറി, താങ്ക് യു. നമുക്ക് 2 ഇല തന്നുമ്പോൾ ഇവരൊക്കെ ഫുഡ് തരുമ്പോൾ ഇലയിലാണ് തരിക. ഇലയിലിട്ടിട്ട് 2 ഇഡലി, 1 വട. സാമ്പാർ, ചട്നി, വെള്ള ചട്നി ഉണ്ട്, അത് ചുവന്ന ചട്നി. എല്ലാം നല്ല ചൂടോട്ടാണ് ഇഷ്ടം. ടേസ്റ്റ് നല്ല അടിപൊളിയാട്ടോ. എനിക്കിനി ഇങ്ങനത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കഴിച്ചിട്ടോ സൂപ്പറാണ്. ആദ്യം സിറ്റോന് കയറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ കയറിയപ്പോൾ അടിപൊളിയാണ് അല്ലേ. ഈ ബാക്കിൽ കാണുന്ന ഹോട്ടലിലോട്ടോ നമ്മൾ കഴിച്ചത്. നമ്മൾ 4 ഇഡ്ഡലിയും അതേപോലെ 3 വടയും കഴിച്ചിട്ട് 100 രൂപയാണ് ആയത്. കറി, എല്ലാ സാധനങ്ങളും അതിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങൾ വേഗം റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ആദ്യം പോണത് ഊട്ടിയിലേക്ക്